നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. നമുക്ക് 30കളിൽ എത്തിക്കഴിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ 30-ന് ശേഷം 30 വയസ്സായതിന് ശേഷം കൂടുതൽ ആളുകളിലും പെട്ടെന്നൊരു ക്ഷീണം ഉണ്ടാവുക, അല്ലെങ്കിൽ വീക്ക്നെസ് ഉണ്ടാവുക, എപ്പോഴും എണീറ്റ് കഴിഞ്ഞാൽ വേദന ഉണ്ടാവുക, കാലുകളിൽ വേദന ഉണ്ടാവുക, ഹെയർ ഫോൾ ഉണ്ടാവുക, മുടി കൊഴിച്ചിൽ കൂടുതലായിട്ട് കാണാം. ചില ആളുകളിൽ വെയിറ്റ് കൂടി വരിക, വയറ് കൂടി വരിക എന്നുള്ള പ്രശ്നങ്ങൾ, മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, ഉറക്കം ശരിയല്ലാതിരിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും കാണാറുണ്ട്. അപ്പോൾ 30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആരോഗ്യനില എങ്ങനെ മനസ്സിലാക്കണം എന്നറിയാൻ വേണ്ടി നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് ടെസ്റ്റുകളാണ് പറയുന്നത്. അതിൽ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ ടെസ്റ്റുകളാണ്, അത് എന്തിനൊക്കെ ഉള്ളതാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നതാണ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്, അല്ലെങ്കിൽ CBC എന്ന് പറയുന്നത്. CBCയിൽ നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ രക്തത്തിലെ ഓരോ കൗണ്ടും അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള അണുക്കളുണ്ട്, രക്താണുക്കളുണ്ട്, അതിൻ്റെയൊക്കെ അളവുകൾ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇമ്മ്യൂണോളജിക്കലി എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അതല്ല എങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിളർച്ചയുണ്ടോ, ഹീമോഗ്ലോബിൻ്റെ അളവിൽ കുറവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് CBC എന്ന് പറയുന്നത്. നമുക്കൊരു ഇൻഫെക്ഷൻ, ഒരു പനി വന്നു കഴിഞ്ഞാൽ പോലും ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് CBC ആണ്. നമ്മൾക്ക് ഏതൊരു അസുഖം ഉണ്ടെങ്കിലും ആദ്യം നമുക്ക് മനസ്സിലാവുന്നതും ഈ ഒരു ടെസ്റ്റിലൂടെ തന്നെയാണ്. അതിൽ ന്യൂട്രോഫിൽ, ഈസിനോഫിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രക്താണുക്കളുണ്ട്. അതിലൂടെ പ്ലേറ്റ്ലെറ്റുകൾ, ഈ പ്ലേറ്റ്ലെറ്റ് ഒക്കെ തുടങ്ങിയ പോലെയുള്ള രക്താണുക്കളുടെ അളവുകൾ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ്റെ അളവ് ചെക്ക് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും നമുക്ക് രക്തക്കുറവുണ്ടോ എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് ഷുഗർ ലെവൽ നോക്കുക എന്നുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ 30-ലുള്ള ആളുകളിൽ പോലും ഷുഗർ അല്ലെങ്കിൽ പ്രമേഹ രോഗം കണ്ടുവരാറുണ്ട്. അതല്ല എങ്കിലും പ്രീ ഡയബറ്റിക് കണ്ടീഷനിലെങ്കിലും ചില ആളുകളിൽ ഉണ്ടാവാറുണ്ട്. എന്ന് വെച്ചാൽ ഷുഗർ പേഷ്യൻ്റ് ആവാനുള്ള ചാൻസുകൾ കണ്ടുവരാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 ടെസ്റ്റുകളാണ്: FBS, PPPS, HbA1c. FBS എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ്. അത് നമ്മൾ വെറും വയറ്റിൽ 8 മണിക്കൂർ മുമ്പേ രാത്രി ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് രാവിലെ വെറും വയറ്റിൽ ചെയ്ത് നോക്കുന്ന ടെസ്റ്റാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുന്ന ടെസ്റ്റാണ് പോസ്റ്റ് പാൻഡ്രിയൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അത് PPPS എന്ന് പറയും. അതുപോലെ തന്നെ 3 മാസത്തെ ആവറേജ് ആയിട്ടുള്ള രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നോക്കുന്നതാണ് HbA1c. ഈ ഒരു ടെസ്റ്റ്, HbA1c എന്ന് പറയുന്ന ടെസ്റ്റാണ് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്ന് നമ്മുടെ ബോഡി കറക്റ്റായിട്ട് പറഞ്ഞു തരുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും ചില ആളുകളിലൊക്കെ തലേ ദിവസം പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ അത് മാനേജ് ചെയ്ത് പോയാൽ PPPSും FBSും നോർമലായി കാണാം, അല്ല ചെറിയ വേരിയേഷനേ ഉണ്ടാവുള്ളൂ. പക്ഷേ HbA1c നിങ്ങൾ ഈ 3 മാസം എങ്ങനെയാണ് നിങ്ങളുടെ ഷുഗർ ലെവൽ മാനേജ് ചെയ്യുന്നതെന്ന് കറക്റ്റ് മനസ്സിലാവാനുള്ള ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് 5.7-നും 6.5-നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് ആണെന്നും, 5.7-ന് താഴെയാണെങ്കിൽ നിങ്ങൾ സേഫാണ്, നിങ്ങൾക്ക് ഷുഗർ ഇല്ല എന്നും, 6.5-ന് മേലെയാണെങ്കിൽ, അല്ലെങ്കിൽ 6.5-ഓ 6.5-ന് മേലേക്കോ ആണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ് അല്ലെങ്കിൽ പ്രമേഹ രോഗിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമ്മൾക്ക് ഒരു ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്ന് അറിയാൻ പറ്റുന്നത്. മൂന്നാമത്തെ എന്ന് പറയുന്നത് ലിപ്പിഡ് പ്രൊഫൈലാണ്. എല്ലാവരും 60-ന് ശേഷമാണ് ഹാർട്ട് അറ്റാക്ക് വരിക, അങ്ങനെയുള്ളൊരു അല്ലെങ്കിൽ കൊളസ്ട്രോൾ വരിക എന്നുള്ളതൊന്നുമില്ല. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളിലും കാണുന്നുണ്ട്, പ്രത്യേകിച്ച് പ്രവാസികളിലൊക്കെ കൂടുതലായിട്ടും കാണുന്ന ഒരു പ്രശ്നമാണ് ലിപ്പിഡിൻ്റെ അളവ് കൂടുക എന്നുള്ളത്. ലിപ്പിഡ് എന്ന് വെച്ചാൽ കൊളസ്ട്രോളിൻ്റെ അളവെന്നത് പറയാൻ പറ്റും. എനിക്ക് കൊളസ്ട്രോൾ കൂടുതലാണെന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ട്രൈഗ്ലിസറൈഡ് ആവട്ടെ, LDL ആവട്ടെ, HDL ആവട്ടെ, ഇതിലൊക്കെ നമുക്ക് നോക്കുന്ന സമയത്ത് അതിൽ ചേഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ, അത് ബോർഡറിനും മേലെയാണെങ്കിൽ പോലും നിങ്ങൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം എന്നാണ് അർത്ഥം. മെഡിക്കേഷൻസ് എടുക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ബോർഡറിലാണോ, അത് നോർമലാണോ എന്ന് നിർബന്ധമായിട്ട് നിങ്ങളിതൊന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതേപോലെ മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് എന്നുള്ളത്. അപ്പോൾ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ചില ആളുകൾക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടുക, അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാണ്ട് തുടർച്ചയായിട്ട് ക്ഷീണം അനുഭവപ്പെടുകയാണെങ്കിൽ, അതല്ല നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, നിങ്ങളുടെ പാരൻസിന് ആർക്കെങ്കിലും തൈറോയിഡ് ഫംഗ്ഷനായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളുണ്ട്, അത് ഹൈപ്പോ തൈറോയിഡോ ഹൈപ്പർ തൈറോയിഡോ ഒക്കെ ആണെങ്കിൽ TFT ചെയ്യുന്നത് നല്ലതാണ്, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. അതിൽ T3, T4, TSH എന്ന് പറയുന്ന 3 ടെസ്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ നിങ്ങളടുത്ത് പറയും, ചിലപ്പോൾ ഓട്ടോ ഇമ്മ്യൂണൊക്കെ ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആൻറ്റിബോഡീസ്. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട TFT മാത്രമാണ്. ബാക്കിയുള്ള ടെസ്റ്റുകളെല്ലാം ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ മറ്റൊരു
മറ്റൊരു ടെസ്റ്റ് എന്ന് പറയുന്നതാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ലിവറിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. കാരണം നമ്മളൊരു 30 വയസ്സ് വരെ നമ്മൾ ഫുൾ എനർജിയിലാണ്. അതിനുശേഷം നമ്മുടെ ലിവറിൻ്റെ ലോഡ് കൂടി വരുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റം കൊണ്ട് കാരണം തന്നെ നമ്മുടെ ലിവർ ലോഡ് കൂടി വന്നേക്കാം. അപ്പോൾ ലിവറിൽ എന്തെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലിവർ സംബന്ധമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട് കേട്ടോ, ഫാറ്റി ലിവർ മാത്രമല്ല. അപ്പോൾ SGPT SGOT പോലെയുള്ള ലിവർ എൻസൈമുകളിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കാണണം. ചില ആളുകൾ USG എടുക്കാൻ പറയാറുണ്ട്. അപ്പോൾ ചില ആളുകൾക്ക് അത് ആവശ്യം ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം USG ചെയ്താൽ മതി. അപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കണം. മറ്റൊന്ന് പറയുന്നതാണ് യൂറിൻ അനാലിസിസ്. എന്ന് വെച്ചാൽ നമ്മുടെ മൂത്രം പരിശോധന എന്ന് പറയാം. യൂറിൻ അനാലിസിസ് നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, കിഡ്നി സ്റ്റോണുകളുണ്ടോ, മൂത്രത്തിൽ പഴുപ്പുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിലൂടെ രക്തത്തിൻ്റെ അളവുണ്ടോ എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് യൂറിൻ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാന്നുള്ളത്. റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൂടെ പലപ്പോഴും യൂറിക് ആസിഡും കൂടെ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അതെന്ന് വെച്ചാൽ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും യൂറിക് ആസിഡ് കൂടി പെയിൻ പോലെയുള്ള പ്രശ്നം, കാലിൻ്റെ അടിയിൽ നിന്ന് വേദന അല്ലെങ്കിൽ ജോയിൻറ്റിൽ വേദന എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഒരു ഫങ്ഷനിൽ എന്തെങ്കിലും നിങ്ങളുടെ GFR പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, GFR എന്ന് വെച്ചാൽ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് എന്നാണ് പറയുന്നത്, നമ്മുടെ കിഡ്നിക്ക് അരിക്കാനുള്ള കപ്പാസിറ്റിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റാണ്. ചിലപ്പോഴൊക്കെ പ്രവാസികളൊക്കെ പറയാറുണ്ട് ഞാൻ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തു എന്നുള്ളത്. അതിൽ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ട് മെഡിക്കേഷൻസ് ഒന്നും എടുക്കില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈൽ ഒന്നും ചെയ്യില്ല. അവർ നേരെ ചില ആളുകൾ 10 ദിവസം ലീവിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു മാനേജ്മെൻ്റ് ഒന്നും ചെയ്യാറില്ല. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് 100 ആളുകളിലുണ്ടെങ്കിൽ 90% ആൾക്കാരിൽ 90 ആളുകളിലും അത് കുറവായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ അത് സംബന്ധമായിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വൈറ്റമിൻസ് കുറയാനും ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. മുട്ടിൽ വേദന, അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവുക, സ്കിന്നിലുള്ള പ്രശ്നങ്ങൾ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമ്മുടെ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ കുറയും, എല്ലുകൾക്കൊക്കെ തേയ്മാനം വന്നേക്കാം. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തുടർച്ചയായിട്ട് ക്ഷീണം വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ B12 വൈറ്റമിൻ B12 ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. നേരത്തെ പറഞ്ഞ ഇതിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോളിലൊക്കെ വേരിയേഷൻസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇറിറ്റേഷൻസ്, നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ചെറിയ വേദനകൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ECG കൂടെ എടുത്ത് നോക്കുന്നത് നല്ലതാണ്. അത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അതൊന്ന് എടുത്ത് നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഹാർട്ടിനൊന്നും ബുദ്ധിമുട്ടില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ പറയുന്നതാണ് കൂടുതലായിട്ടും നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമൽ ആണെങ്കിൽ എൻ്റെ പൈസ പോയി എന്നുള്ളൊരു കാര്യം. പക്ഷെ നോർമൽ ആണെങ്കിൽ നമ്മൾ ബ്ലെസ്ഡ് ആണ്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു അസുഖവും ഇല്ല എന്നാണ് അർത്ഥം. നമ്മൾ പ്രത്യേകിച്ച് മെഡിക്കേഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ബോർഡർ ലൈനിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് മെഡിസിൻ എടുക്കാതെ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതേ ഉള്ളൂ. അതുപോലെ സ്ത്രീകളിൽ കുറച്ചുകൂടെ പ്രത്യേകമായിട്ട് കുറച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യം കുറച്ച് ഹോർമോണുകളിലാണ്. അതിൽ ഹോർമോൺ അനാലിസിസ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് PCOD പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോർമോണുകൾ ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ USG സ്കാനിങ് ചെയ്യുന്നത് നല്ലതാണ്. 20 മുതൽ 30 വരെയുള്ള കാലഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും കണ്ടുവരും. 10 പേരുണ്ടെങ്കിൽ 6 പേർക്കും PCOD അല്ലെങ്കിൽ PCOS കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, അൾട്രാസൗണ്ട് എടുക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാപ്സ്മിയർ ചെയ്യാന്ന് പറയും. സെർവിക്കൽ ക്യാൻസേഴ്സ് കൂടുതൽ ആളുകളിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് 30 വയസ്സിന് ശേഷം വളരെ നല്ലൊരു കാര്യമാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അതുപോലെ PCOD ഒക്കെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ നമുക്ക് ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കണ്ടിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യണോ എന്നൊക്കെ നോക്കുക. അല്ലാതെ സ്വയം ട്രീറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.